ന്യൂ മാത്സിന്റെ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. തുടങ്ങാം. 3 അഭാജ്യ സംഖ്യകൾ ഗുണിച്ചപ്പോൾ 530 കിട്ടി. ആ 3 അഭാജ്യ സംഖ്യകളിൽ വലുത് ഏത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 അഭാജ്യ സംഖ്യകളാണ് ഗുണിച്ചപ്പോൾ 530 കിട്ടുന്നത്. ഏതൊക്കെ അഭാജ്യ സംഖ്യകളാണ് 530 കിട്ടുക? അതായത് 530 നമുക്ക് 53 ഗുണിക്കണം 10 എന്ന് മാറ്റാം. ഈ 10ന് നമുക്ക് 53 ഗുണിക്കണം 2 ഗുണിക്കണം 5 എന്നും മാറ്റാം. കിട്ടിയല്ലോ. ഇത് അഭാജ്യ സംഖ്യയാണ്, ഇത് അഭാജ്യ സംഖ്യയാണ്, ഇത് അഭാജ്യ സംഖ്യയാണ്. ഇതിൽ വലുതാണ് 53. തുടർച്ചയായ 9 ഇരട്ട സംഖ്യകളുടെ ശരാശരി 16. ഇവയിൽ ചെറിയ ഇരട്ട സംഖ്യ ഏത്? അതാണ് ചോദിക്കുന്നത്. അപ്പൊ 9 ഇരട്ട സംഖ്യകളുടെ ശരാശരി 16 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ട ആശയം എന്താണെന്ന് അറിയോ? 9 സംഖ്യകളിൽ കൃത്യമായി നടുവിലത്തെ സംഖ്യ 16 ആണ്. അതെപ്പോഴും ശരാശരി ആയിരിക്കും. നടുവിലത്തെ സംഖ്യ ഒറ്റ സംഖ്യകളാണെങ്കിലാണേ അതിന്റെ എണ്ണം. ഇവിടെ ഇപ്പം 9 ഒറ്റ സംഖ്യയാണല്ലോ. അപ്പം അതിന്റെ കറക്റ്റ് നടുവിൽ വരിക 16. പിന്നെ തൊട്ടിപ്പുറം എത്ര വരും? തുടർച്ചയായ ഇരട്ട സംഖ്യകളാണല്ലോ. 14, 12, 10. അതായത് ഇത് 5ാമത്തെ സംഖ്യ വരും. നടുവിലത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ ആകെ 9 സംഖ്യ, അതില് നടുവിലത്തെ സംഖ്യ എന്തായി വരും? 5ാമത്തെ സംഖ്യയായിട്ട് വരും. ഇപ്പൊ 4 8. ഇത് നടുവിലും. തൊട്ടടുത്ത് 8. ഇത് തന്നെയാണ് ഏറ്റവും ചെറിയ സംഖ്യ 8. ഇവിടുന്ന് 5ാമത്തെ സംഖ്യ 1, 2, 3, 4, 5ാമത്തെ സംഖ്യ 8 അതിലെ ചെറുത്. ഓക്കെ. ഒരു ടാങ്ക് 3/5 ഭാഗം നിറഞ്ഞിരിക്കുന്നു. 60 ലിറ്റർ വെള്ളം കൂടി പമ്പ് ചെയ്തപ്പോൾ ടാങ്ക് പൂർണ്ണമായി നിറഞ്ഞു. ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പോൾ ടാങ്ക് എത്രയുണ്ട്? നിറഞ്ഞിരിക്കുന്നത് എത്രയാ? 3/5 ഭാഗം. എങ്കിൽ ഇനി നിറയാൻ ബാക്കിയുള്ള എത്രയാ? 5ൽ 3 നിറഞ്ഞിട്ടുണ്ട്, 5ൽ 2 നിറയണം. അതാണ് അതിന്റെ കണക്ക്. അത് കിട്ടിയാൽ ബാക്കി ഇത്രയായി. 60 ലിറ്റർ വെള്ളം കൂടി പമ്പ് ചെയ്തപ്പോൾ ടാങ്ക് പൂർണ്ണമായി നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും നിറയാൻ എത്രയുണ്ട്? 5ൽ 2 ഭാഗം നിറയാൻ ബാക്കിയുണ്ട്. ആ 5ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 60 ലിറ്റർ ആണ്. ആകെ വെള്ളം x ആണെന്ന് ഇരിക്കാം. അതായത് x-നെ 2/5 ഭാഗമാണ് 60. അപ്പൊ ആകെ എത്ര കിട്ടും? 60 ഗുണിക്കണം 5/2. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30 കിട്ടും. 30നെ 5 കൊണ്ട് ഗുണിച്ചാൽ 150 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ ആകെ വെള്ളം കൊള്ളുന്ന അളവ്. ഓക്കെ. ഒന്നാമത്തെ വരി 1, 2, 3, 4, 5, 6. രണ്ടാമത്തെ വരി 7, 8, 9, 10, 11, 12. മൂന്നാമത്തെ വരി 13, 14, 15, 16, 17, 18. 51ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലിപ്പോ ഒന്നാമത്തെ വരിയില് ഇത് 6 സംഖ്യ, രണ്ടാമത്തെ വരിയിൽ 6 സംഖ്യ, മൂന്നാമത്തെ വരിയിൽ 6 സംഖ്യ, ഇങ്ങനെ തുടർച്ചയായിട്ട് പോവുക. ഇതിങ്ങനെ ഒരുപാട് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എളുപ്പ വഴിയാണല്ലോ അല്ലേ? അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ വഴി എന്ന് വെക്കാം. ഒന്നാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 6, രണ്ടാമത്തെ വരിയിലെ അവസാന സംഖ്യ 12, മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യ 18. അതായത് ഓരോന്നിനെയും 6 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് അല്ലേ ഇത് ഓരോന്നും. അപ്പൊ 50ാമത്തെ വരിയിലെ ചോദിച്ചിരിക്കുന്ന 51ാമത്തെ വരിയിലെ ആദ്യ സംഖ്യയാണ്. അതിന് നമുക്ക് ഇതേപോലെ 50ാമത്തെ വരിയിലെ അവസാന സംഖ്യ കിട്ടിയാൽ പോലെ അല്ലേ? അത് കാണാൻ എന്താ വഴി? 6 കൊണ്ട് ഗുണിച്ചാൽ മതി, 300. അപ്പൊ 51ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എന്ത് വരും? 300. സിമ്പിൾ. അടുത്ത ചോദ്യം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/14 കൂടെ എത്ര കൂട്ടിയാൽ 1 കിട്ടും?
ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ 1/2, 1/4, 1/8, 1/16 കൂടെ കൂട്ടിയാൽ ഉത്തരം എത്രയാണെന്നറിയോ? 15/16. അവസാനത്തെ സംഖ്യയുടെ ഛേദം 16 അതിനേക്കാൾ 1 കുറവായിരിക്കും അതിന്റെ അംശം. ഇത് കൂട്ടിയാൽ 1/2, 1/4, 1/8 കൂടെ കൂട്ടിയാൽ എത്രയാണെന്നറിയോ? ആ 3 സംഖ്യകൾ മാത്രം കൂട്ടുമ്പോ 8നേക്കാൾ തൊട്ട് ചെറിയ സംഖ്യ ഏതാ? 7. 7/8 ആയിരിക്കും. ഇത് 3 കൂടെ കൂട്ടിയാൽ കിട്ടുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാലോ? 1/2, 1/4 കൂടെ കൂട്ടിയാൽ 4നേക്കാൾ തൊട്ടടുത്ത ചെറിയ സംഖ്യ 3 അല്ലേ? 3/4. 1/2, 1/4 കൂടെ കൂട്ടിയാൽ അരയും കാര്യം കൂടെ കൂട്ടിയാൽ 3/4 അല്ലേ? അതിന്റെ കൂടെ 1/8 കൂടെ കൂട്ടുമ്പോ എന്ത് വരും? ഇത് 8 ആവും. ഇത് 8 ആവുമ്പോ ഇത് 6 ആവും. 6 1 കൂടെ കൂട്ടിയാൽ 7/8 കിട്ടും. അതിന്റെ കൂടെ ഈ 7/8ന്റെ കൂടെ 1/16 കൂട്ടുമ്പോഴോ ഈ 8 എന്താകും? 16 ആകും. ഇത് 16 ആകുമ്പോ ഇത് 14 ആകും. 14 1 15/16 ആകും. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1/2 + 1/4 + 1/8 + 1/16 എന്ന് പറഞ്ഞാൽ 15/16. ചോദ്യം എന്താണ്? ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 1 കിട്ടും? അത് സിമ്പിൾ. അവസാനത്തെ സംഖ്യ ഏതാ? 1/16. അതാണ്. ഓക്കെ. അക്കങ്ങളല്ല വ്യത്യസ്ത അഭാജ്യ സംഖ്യകളായ എത്ര നാലക്ക സംഖ്യകൾ? അത് മനസ്സിലായിക്കോ. ഒരു നാലക്ക സംഖ്യ, ആ നാലക്ക സംഖ്യയിലെ അക്കങ്ങൾ മുഴുവൻ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അങ്ങനെയുള്ള എത്ര നാലക്ക സംഖ്യയുണ്ട്? ഏതൊക്കെയാ അഭാജ്യ സംഖ്യകൾ വരുന്നത്? 2, 3, 5, 7. 2, 3, 5, 7 ഇതാണ് ഈ അക്കങ്ങൾ. അഭാജ്യ അക്കങ്ങൾ ഇവയാണ്. ഇത് ഉപയോഗിച്ച് എഴുതാവുന്ന എത്ര സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യത്യസ്ത സംഖ്യകളായിരിക്കണം. അപ്പോ 2357 എന്ന് എഴുതാം ഒരു സംഖ്യ. 2 തന്നെ തുടങ്ങി നമുക്ക് 375 എന്ന് എഴുതാം. 2 തന്നെ തുടങ്ങി 2537 എന്ന് എഴുതാം. 2 തന്നെ തുടങ്ങി 2573 എന്ന് എഴുതാം. അപ്പൊ 2ൽ നമുക്ക് ഈ 4 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. വേറെ സംഖ്യകൾ നോക്ക്. 2, 3, 5, 7. 2, 3, 5, 7. പിന്നെ അത് കഴിഞ്ഞാൽ 3 അവിടെ നിർത്തി അല്ലേ? അല്ല, നമുക്ക് 2753 എന്ന് എഴുതാം. 2735 എന്നും എഴുതാം. 1, 2, 3, 4, 5, 6 എണ്ണം കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ 3ൽ നിന്ന് തുടങ്ങാം, 5ൽ നിന്നും തുടങ്ങാം, 7ൽ നിന്നും തുടങ്ങാം. 2ൽ നിന്ന് തന്നെ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പൊ 3ൽ നിന്നും 6 കിട്ടി, 5ൽ നിന്നും 6 കിട്ടി, 7ൽ നിന്നും 6 കിട്ടി. മൊത്തം 24 സംഖ്യകൾ കിട്ടുന്നുണ്ട്. ഒന്ന് ശരിയാണോ എന്ന് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പൊ രൂപം വെച്ച് പറഞ്ഞാണ്. നിങ്ങൾ 24 അല്ലാത്ത 25-മത്തോ 26-മത്തോ സംഖ്യകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നെ തിരുത്താൻ മടിക്കണ്ട. കമന്റ് ബോക്സിൽ ഇടുക ആ സംഖ്യകളും. എന്നിട്ട് ഞാൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇട്ടുള്ളൂ. ഓക്കെ. 1 മുതൽ തുടർച്ചയായ ഏതാനും എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ ഗുണനഫലത്തിന്റെ അവസാനം 2 പൂജ്യങ്ങളാണ് ഉള്ളത്. അടുത്ത എണ്ണൽ സംഖ്യ കൂടി ഗുണിച്ചപ്പോൾ ഗുണനഫലത്തിന്റെ അവസാനം 3 പൂജ്യങ്ങൾ ആയി. അവസാനം ഗുണിച്ച എണ്ണൽ സംഖ്യ ഏതാണ്? വല്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധയോടെ വായിച്ചില്ലെങ്കിൽ ഉത്തരം ഒരിക്കലും കിട്ടില്ല. എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ തുടർച്ചയായ ഏതാനും എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? അവസാനത്തെ 2 പൂജ്യങ്ങൾ, അതായത് ഒറ്റയുടെയും 10ന്റെയും സ്ഥാനത്ത് 0 ഉള്ളത്. പിന്നെ വീണ്ടും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോ
ഒറ്റയുടെയും 10ന്റെയും 100ന്റെയും സ്ഥാനത്ത് 0 വന്നു, 3 0 വന്നു. അങ്ങനെ ഗുണിക്കുമ്പോൾ അവസാനം ഗുണിച്ച സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് 1ന്റെ സ്ഥാനത്ത് 0 വരിക? ഏത് തമ്മിൽ ഗുണിക്കുമ്പോഴാണ്? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടും അല്ലെ? ഏത് സംഖ്യയും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1ന്റെ സ്ഥാനത്ത് 0 ആയിരിക്കും. ഇല്ലെങ്കിൽ 2 കൊണ്ടും 5 കൊണ്ട് ഗുണിക്കണം. 2 5 അത് 10 തന്നെ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് തുടർച്ചയായി 1 2 3 4 5 6 7 8 9 10 2 0 വരണമെങ്കിൽ 2 കൊണ്ടും 5 കൊണ്ടും ഗുണിച്ച ഒരു 0 കിട്ടി. 10 കൊണ്ട് ഗുണിച്ചാൽ വീണ്ടും ഒരു 0 കിട്ടി. പക്ഷെ തീർന്നില്ല, ഒരു 0 കൂടെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 1ന്റെ സ്ഥാനത്ത് ഒരു ഇരട്ട സംഖ്യയും മറ്റൊരു സംഖ്യയുടെ 1ന്റെ സ്ഥാനത്ത് ഒരു 5 കിട്ടിയാൽ മതി അല്ലെ? അപ്പം തൊട്ടടുത്ത് വരുന്ന ഇനി 5 ഏതാണ്? ഇവിടെ ഒരു 5 ഉണ്ട്. 10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 15 ആണ്. അപ്പൊ 10 11 12 13 14 വരെ അതിന്റെ ഗുണനഫലത്തില്, അതായത് 14 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ആദ്യ 2 സംഖ്യ ഈ 2 0 ആയിരിക്കും. പിന്നെ മൂന്നാമതൊരു 0 കിട്ടണമെങ്കിൽ എന്ത് വേണം? 15 കൊണ്ട് ഗുണിക്കണം. അതാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത്. ഉത്തരം 15. ഓക്കെ.